ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർക്ക് സസ്പെൻഷൻ. കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും മറ്റ് ജീവനക്കാരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ചാർലി തോമസ് എന്ന ഗോവിന്ദസ്വാമി ജയിൽ ചാടുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. ജയിൽ ചാടിയ ചാർലി തോമസ് തന്റെ വീട്ടിലെത്തി തന്നെ കെട്ടിയിട്ട് കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് അറിയിച്ചതായും അബ്ദുൾ സത്താർ പ്രതികരിച്ചിരുന്നു. കൂടാതെ കോയമ്പത്തൂരിൽ ചില ശ്മശാനങ്ങളിൽ ഗോവിന്ദചാമി മോഷണ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്നവരാണ് ചാർലി തോമസിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഇയാൾ നേരത്തെയും പല സ്ത്രീകളെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ചാർലി തോമസിന് തൂക്കുകയർ വിധിക്കുകയാണെങ്കിൽ ആരാച്ചാറില്ലെങ്കിൽ താൻ ആരാച്ചാറാകുമെന്നുമായിരുന്നു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിന്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തത്. അബ്ദുൾ സത്താറിന്റെ പ്രതികരണം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലയിലേക്ക് പ്രതികരണം ചെന്നെത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് സസ്പെൻഷൻ. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം 62 പ്രകാരമാണ് അബ്ദുൾ സത്താറിനെ സസ്പെൻഡ് ചെയ്തത്. ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി ജയിൽ ചാടിയതിനു പിന്നാലെയാണ് അബ്ദുൾ സത്താർ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ജനം, തിരുവനന്തപുരം.